Okay, keep on saying. This is our vacation to Naragam. This is my palace. Come here. Walk down the stairs. Come on. Get a view of the stairs. Look at that, boy. Look at that bike. Look at that. This is my house. Did you see Valoli Korean? That is my house. അതാ എൻ്റെ കൂട്ട്. Best buddy. കൂട്ടായി. Uh-huh. What is his name? Yeah. മമ്മി കാണുന്നു. എല്ലാരും കാണുന്നു. Anikutan. Now I got it. ഇത് സുബി. Subi, I got it, you. This is one of the rubber maram. ഹൈ ഫൈവ്. പോകണ്ടേ അമ്മച്ചി. അതാണ് അമ്മച്ചി. Drinking milk. വല്ലോളിക്കുഴി അമ്മച്ചി. കള്ള്. വല്ലോളിക്കുഴിയിലെ കള്ള്. ആണ് മോട്ടർ വെച്ചിരിക്കുന്നത്. നിനക്ക് വർത്താനം പറയാം അല്ലയോ? ഓക്കെ, കീപ് ഓൺ ടോക്കിംഗ്. ഹൈ ഫൈവ്. That's good. Thank you very much. പോവാ. ഇതാണ് ഒരു ഫാമിലിയാണ്. ഹൈ ഫൈവ്. മുയലും കുഞ്ഞാണ്. 9 എണ്ണം ഉണ്ട് ആ സൈസില്. പറയാനുള്ളതൊക്കെ പറഞ്ഞു. പേരെന്തുവാ? സരസമ്മ. അത് നന്നായിരിക്കുന്നല്ലോ. നാള് വല്ലതും ഉണ്ടോ? മെച്ചമാ. ആള് മോശമാ. ആള് വിശാലമാ. അത് മതിയല്ലോ. കടിച്ചു. പത്തനംതിട്ട അങ്ങോട്ട് പോകുന്ന വഴിക്കും അവിടെ നോക്കില്ല. ഫിലിപ്പിന്റെ അവിടെ പോകണമെങ്കിലും ഇവന്റെ ഇതിന്റെ ശല്യം. ഏതിന്റെ? ആ നമ്പർ ഉണ്ടല്ലോ, അത് നോക്കിയാ മതി. ഇല്ല ചെറിയ കനം, ഇത് കനം കൂട്ടിയതില്ലേ? വാച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഇതാണ് പ്രസാദ്, സുബിയുടെ ഓൾഡ് ബഡി. കൂട്ടുകാരൻ പ്രസാദ് വല്ലതും പറ. മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതൊക്കെ അതിനകത്ത് കേൾക്കും. ഇപ്പൊ എന്താ എടുക്കുന്നു പ്രസാദ്? വെറുതെയാ? കണ്ട മരത്തിലെല്ലാം കയറുമല്ലോ. അപ്പൊ ചെറുപ്പം പറഞ്ഞ മരം കയറിയ നീറ് കടിക്കാറുണ്ടോ? പ്രസാദിന് അല്പം നാണോ? അങ്ങോട്ട് വാക്ക് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ഓക്കെ. ഇൻസ്പിറേഷൻ വരുന്നില്ല. തലയൊക്കെ ഒന്ന് കുലുക്ക്, ചത്ത പോലെ ഇരിക്കാതെ. This is one of the rubber tree. See that one? That is the way it taps. Collect the milk, then process it.
They are going to cut down a jackfruit. Listen to Poison Club, American fashion. It's starting. I'm getting it started. Okay. Boom. What are you doing, baby? Look at this. That's my partner. That's my partner up there. എന്തോ ഇതിന്റെ പാർട്ണറാ? അപ്പച്ചന് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. തലയൊക്കെ കുലുക്കണം അപ്പച്ച. എല്ലാം പറയണം. ഇന്നലെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു ചാക്കേനെ. ഒരെണ്ണം മതിയോ? ഒന്നും വേണമെന്നില്ല. മറക്കുന്നു. മറക്കണോടാ? ഇച്ചിരി വറുത്തേര്. Reach that jackfruit. അത് വള്ളിയെ തന്നെയാ. Yeah. This is clean mountain water, sparkling. You can take shower over here. Once I fall on this rock. Yeah, ഇനി ഓടിയോണ്ട് പ്രയോജനമില്ല. അമ്മ ചക്ക എടുക്കുന്ന ഭാഗം വരുന്നുണ്ട്. അപ്പൊ ചവയ്ക്കുകയും കൂടെ പിന്നല്ല തിന്നാനില്ലേ ഇത്. ഉരുണ്ടെടുത്ത് വീടിന്റെ കൂടെ ആവരുത്തില്ല. നാളെ നല്ല ഇതാണ് ജാക്ക് ഫ്രൂട്ട്. Did you see that spike-like process? താമസിക്കാൻ തോന്നുന്നു. ഞാൻ ഓർഡർ എടുക്കല്ലേ, ഞാൻ വൃത്തിയായിട്ട് ഇരിക്കുക. വൃത്തിയാടാ
ഞാനങ്ങനെ അവർക്ക് നടക്കുക ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്. അതൊന്നും പടത്തിനകത്ത് അറിയത്തില്ല. എടുത്തു വന്നു, ഒരെടുത്ത് വന്നു. ജോയിക്കുട്ടിയുടെ അമ്മച്ചി ഇരിക്കാൻ മാത്രം സ്ഥലം കിട്ടിയുള്ളൂ, കിടക്കാൻ അത് എനിക്ക് വേണ്ടായിരുന്നു, എടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരെടുത്ത് വന്നായിരുന്നു. എനിക്ക് പിന്നെ രണ്ടെടുത്ത് വന്നത് ഓഫ് ചെയ്ത് എന്നാലും ഓഫ് ചെയ്താൽ കാണാം. ഇങ്ങനെ പവർ ഓൺ റെഡ് സാധനം നെക്കിയാൽ അത് റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റില്ല. ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് അല്ല ജയിക്കുമോനെ ജയിക്കും. പിന്നെ എത്രാമത്തെ റാങ്കാന്നുള്ളത് അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ വിഷയം എഴുതിയിട്ടില്ല, പള്ളിക്കൂടം പിന്നെ മിനിക്കാന്നില്ല ഓർക്കുന്നത്. പിന്നെ കേൾക്കുവാ അത് ബാറ്ററിയുടെ അതതിൻ്റെ കണക്കനുസരിച്ചുണ്ട്. പിന്നെ ഒരു വാച്ചുണ്ട്, അതെല്ലാം ചാർജ് പോയി. അപ്പോൾ അതിൻ്റെ കനമുള്ളതാണ്. എൻ്റെ പഴയ ഒരെണ്ണമുണ്ട്, അത് കനം കുറഞ്ഞതും. പിന്നെ ഇവിടെ മിക്കവാറും എല്ലാ സൈസും ഉണ്ട്. കേട്ടുണ്ട് എന്നെയാണ് ബുധനാഴ്ചയാണ് അവിടെ താമസം മഞ്ചാടിയിലെ എൻ്റെ KP ഓനാൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രദേശത്ത് വീടെടുത്താണ് താമസിക്കുന്നത്. അവിടെ ഒന്ന് കയറി അവര് ഒരു വാച്ച അതിൻ്റെ അങ്ങനെ. അപ്പൊ കുമളിന്ന് വരുമ്പോ അവര് വന്ന് വാങ്ങിച്ചോളൂ, അവർക്ക് അറിയാം. ജോയിക്കുട്ടിയുടെ അപ്പനെ മറ്റേ അപ്പനുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ജോയിക്കുട്ടിയുടെ അപ്പന് ഞാനുമായിട്ട് കണ്ടു. ഒരു കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ശോശാമ്മയുടെ ആംഗ്ലയുടെ മകളെ കളത്തിലാണ് താഴത്തില്ല. അപ്പൊ അവനെ അവിടെ ജംഗ്ഷനിൽ കണ്ടു. അപ്പൊ അവൻ പറഞ്ഞു സ്കൂളിൽ പോയിരിക്കുന്നേ ഉള്ളൂ, 1 മണിയാകുമ്പോൾ വരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ ഞങ്ങൾ മഞ്ചാടി പോയി ഇതൊക്കെ നമ്മൾ സംസാരിക്കാൻ നമ്മുടെ സംസാരബോധങ്ങളൊക്കെ അവർക്ക് വേണ്ട, അല്ലാണ്ട് നമ്മുടെ പാഠമല്ല. വല്ലതൊക്കെ സംസാരിക്കാൻ അത് അവന്റെ കുറ്റമാണ്. പനി നിങ്ങൾക്ക് മാത്രമല്ല, പനി ഇപ്പൊ എല്ലായിടത്തും പനി. ഇവൻ പനിയാന്ന് പറഞ്ഞപ്പോ അമേരിക്കയിലെ മമ്മിയോട് എന്തോ പറയണമെന്ന് പറയാം. എന്താ പറയണ്ടേ? ഇപ്പം പറഞ്ഞോ, മമ്മി കേട്ടോളും. ഓക്കെ, എന്ത് വേണേലും പറഞ്ഞോ, അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ എനിക്ക് ശരിക്കും കാണാം. ഓക്കെ, വേണ്ട മോനിങ്ങോട്ട് നോക്കിയേ. അമേരിക്കയിലെ മമ്മിയോട് എന്താ പറയണം? ഇപ്പോഴേ അവസരം കിട്ടുള്ളൂ. ഇപ്പം നാണം കുടിഞ്ഞ് നിന്നാൽ ഒന്നും കേൾക്കത്തില്ല. ടേപ്പ് കൊടുക്കുക. പറയാൻ വല്ലതും ഉണ്ടോ അമ്മച്ചിയോടെ? ഒന്നുമില്ലയോ? സുഖമാണോ എന്ന് പോലും ചോദിക്കണ്ടായോ? അമ്മച്ചി എന്തുകൊണ്ട് വിശേഷമെന്ന് പോലും ചോദിക്കണ്ടായോ? ചോദിരേ. ഇങ്ങോട്ട് നോക്കി പറ. വല്ലം പറ. നിന്റെ ബ്രദർ എന്തിയെ? മറ്റേ ബ്രദർ എന്തിയോ? കൊച്ചു ബ്രദർ വീട്ടിൽ പോയോ? അവൻ സ്കൂളിൽ പോകുന്നില്ലയോ? ഇന്ന് പോകണ്ടായോ? നിങ്ങൾക്ക് സ്കൂളില്ലായിരുന്നോ? നിനക്ക് സ്കൂളുണ്ടായിരുന്നോ? ഇല്ലയോ?
നീ എത്രല്ല പഠിക്കുന്നത്? 5-ലോ? 5 പറഞ്ഞാൽ എത്രയാ? 5th-ഓ? ആഹാ. നീ എത്ര? മോളെത്രല്ല? 4th-ലോ? ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കുറ്റമ്പുഴ SDA? ആരുടെയാ? സാബുദാരുടെ സ്കൂളാണോ അത്? ആഹാ. നിന്റെ ബ്രദറോ? അവനും ആ സ്കൂളിലാണ്? ഇവിടെ ആണ് പഠിക്കുന്നത്? അതെന്താ കൊച്ചു ഇവിടെ പഠിക്കുന്നത്? ഉച്ചയ്ക്ക് തീരുവോ? എന്തെങ്കിലും പറയണേ പറ മമ്മിയോടെ. പട്ടിയുടെ പേരെന്തുവാ? ജൂഡിയോ? ഒന്ന് വിളിച്ചേ. വിഷയം പറഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോ അത് ഓക്കെ. അപ്പോഴത്തേക്ക് അന്യഭാഷ വരികയാണ്, അതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ എരുശലേമിൽ എത്തി, അവിടെ ഇവിടെ എന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. എരുശലേമിൽ ഞാനിപ്പോ ഓർക്കുന്നു, ഞാൻ പറഞ്ഞത് എങ്ങനെ എന്താ വിവരം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, അതിന്റെ വിഷയം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. അതൊന്നും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയും വരെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു സിംഗം എത്യോപ്യയിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാണ് ഞങ്ങളുടെ സർക്കാരിന്. പുള്ളി മാത്രമേ CPM അവിടെ വെച്ചായിട്ട് ഇവിടെ വന്നു. ഇയാൾ കമ്പൗണ്ടറെ കണ്ട പുള്ളി തിരുവുന്നു തടവെന്ന് ഇഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, പുള്ളിയോടെ പറഞ്ഞു, ഒന്നാമത് അന്ധവിശ്വാസങ്ങൾ, വിശ്വാസം എന്ന് പറയാം, അവിശ്വാസം വെച്ചിട്ട് അതൊക്കെ കളഞ്ഞിട്ട് നേരെ ശരിയാകിയിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അല്ല പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കില്ല CPM-കാരില്ല, അവരിങ്ങനെ നിൽക്കുക. എന്നാ നമ്മളിങ്ങനെ എന്നാ പ്രാർത്ഥിക്കുന്നത്? അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ഞാൻ അതൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഇരുന്നിട്ട് സ്വല്പം കഴിഞ്ഞ പാസ്റ്റർമാർ വന്നാൽ ഞങ്ങളൊന്ന് പോയിക്കോട്ടെ, നിങ്ങൾ ഇച്ചൂടെ കഴിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? കാരണം കൺട്രി ചെയ്യുക വരുന്നു പോയി ഇങ്ങനെയൊക്കെ അവരെ കൂടി സ്വല്പമൊക്കെ ആയപ്പോൾ മിക്കാറും വരാം. അപ്പൊ തടവിക്കൊണ്ടിരുന്ന പുള്ളി എനിക്കറിയാം, ഞങ്ങളുടെ പറയപ്പെട്ടതാണ്. ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്നാ കുഴപ്പം? അയ്യോ അതിങ്ങനെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പറയുന്ന കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ പറയുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഉടനെ ഞാൻ അവിടെ പറഞ്ഞു നിങ്ങൾ പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഞാൻ പോയിക്കോട്ടെ, അല്ലെ ഒന്നീ ടൈം പറയണം, എപ്പോഴാ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കാം. എനിക്ക് ടൈമില്ല, ഞാൻ പിന്നെ എനിക്കൂടെ സമയം അറിഞ്ഞാൽ ഞാൻ നിൽക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവാന്ന്. അയ്യോ ഇന്ന് പോകാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ എനിക്ക് നാളത്തേക്ക് പോയാൽ ജോലി പിടിക്കുന്നത്, ജോലി ആവാൻ. ഉടനെ സമ്മതിക്കാതായി. ഞാൻ പിന്നെ അന്ന് രാത്രി താമസിച്ചു. 3 ദിവസം കൊണ്ട് എഴുന്നേക്കാത്ത പുള്ളി ഇവരെല്ലാം പോയി. എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു വെളിയിൽ പോയി മൂത്രമൊഴിക്കാൻ പോയി, തിരിച്ചു വന്നു. അന്ന് രാത്രി മുഴുവൻ ഉറങ്ങി, ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ റിപ്പോർട്ട് ഉച്ചയുടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നീ പോയത്, എന്നാലും ഉച്ചവരെ ആയി കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു ഈ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കുഴപ്പമില്ല. അതിന് പുള്ളി അതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു സ്വപ്നം കണ്ട് രാത്രി. അതായത് രാത്രി ചെന്നപ്പോ എന്നെ പറയാൻ കൊച്ചുപ്പാപ്പൻ്റെ അവിടെ ചരിത്രത്തിൽ താമസിക്കാത്ത പുള്ളി അവിടെ വന്നത്. ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും ഈ രാത്രി ഉറങ്ങിക്കിടന്ന അവസരത്തിൽ ഒരു സ്ഥലത്തെത്തി. ദർശനം പറയുന്നത് ഒരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിൽ ഞാനും ആ വീട്ടിൽ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ മേലവാലയൊക്കെ താമസിക്കുന്ന സിംഗപ്പൂരിന്റെ അനിയത്തി, ഗൾഫിലെ മക്കളൊക്കെ പുള്ളിക്കാരുണ്ട്, അവരമ്മ. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരാൾ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കാതെ തുടങ്ങി. എനിക്കത് എന്താ പിടി കിട്ടാൻ ഞാൻ രാവിലെ ചെന്നു അവരോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ദർശനം കണ്ടു, ഇനി ചുമതലയൊക്കെ മക്കളെ ഏൽപ്പിക്കണം, ഒന്നും ചെയ്യണം, പ്രാർത്ഥന ചെയ്യണം. മക്കളെ വിളിച്ച് കുവൈറ്റാണ് മക്കൾ വന്നിട്ടുണ്ട്, അവരോട് പറഞ്ഞു നിങ്ങൾ ബാക്കി കാര്യം ചെയ്യണം, ഇനി അമ്മയെ ശല്യപ്പെടുന്നത് പറഞ്ഞാൽ എന്താ അമ്മയെന്നറിയാം. അവരങ്ങ് 2 ദിവസം അവരും അതാണ് ചെറിയ പറ്റിയത്. അത് എന്നോട് അന്ന് ഞാൻ ചൊവ്വാഴ്ച ഞാനിവിടെ മീറ്റിങ്ങിൽ കൊച്ചിപ്പാട് ചെയ്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ അന്ധവിശ്വാസി ദർശനത്തെ സ്വപ്നത്തെ ദർശനമായിട്ടും മണ്ഡലത്തിനും കാണിക്കുന്നത് അങ്ങനെ 2 ദിവസം ഈ ശേഷം ചെയ്താണ്. ഈ മെഡിക്കോസ് അല്ല, അതിനുശേഷം ഒരെണ്ണം കയറില്ല. ഞാൻ ഇവിടുന്ന് കുന്നൂർ പോയിട്ടുള്ളവരൊക്കെ തന്നെ എത്ര ഭയങ്കര കുന്നൂർ നീലഗിരി ഊട്ടി കുന്നൂർ നീലഗിരി കോൾഡ് ക്ലൈമറ്റാണ്. ഇവിടെ വന്നിട്ട് ഞാൻ സ്വെറ്റിങ് ഒരു ദിവസം ഇരിക്കാൻ കംപ്ലീറ്റ് സ്വെറ്റിങ് അകത്തിരുന്ന ബോംബെ ഇപ്പൊ ഇവിടുത്തെ 15-ാം തീയതി വന്നു. ഇവിടെ 17-ാം തീയതി 17-ാം തീയതി വന്ന് വീട്ടിൽ വന്നപ്പോൾ 18. അവിടുത്തെ ഡേറ്റ് ഞാൻ പുറപ്പെടുന്ന ഡേറ്റിന് ഇവിടെ ഞാൻ വണ്ടിയുമായിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് അവിടെ പോയിട്ടില്ല. വൈകുന്നേരം വരെ വീടാ തിരുവല്ല റോഡിൽ അങ്ങോട്ട് പോകുമ്പോഴേ വീടാ അത് കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് വന്നിട്ട് പോയിട്ടുണ്ടാവും.
അവർ ഈ വിശ്വാണിയിലൊക്കെ ബ്രോഡ്കാസ്റ്റിങ്ങിലൊക്കെ ചെയ്തിട്ടുള്ള വിശ്വാണി ജോറിയെന്ന് DC ജോറി ഇതാടാ ആടാ നിന്നെ പൊട്ടുകൂടാ പേരുണ്ടോ സജിത് എന്താ ഞാനറിയൂടാ ആ പേരെ വഴിയിൽ കേട്ടിട്ടുണ്ടല്ലോ അതാരുടെ പേര് നിന്റെ പേരല്ലേ എവിടെ നിന്റെ വീട് അതെവിടെയാ തിരുവല്ല അല്ലേ ഇതാരാ മനസ്സിലായതാ ആരാ നിന്റെ ആരാ അമ്മയുടെ അല്ല നിന്റെ ആരാ ഇത്? അതാരാ ഏതാ? അതാരാ അതാ എഴുതിയത്. How do you know? He looks very handsome. He looks very handsome. You? Yeah. More than I expected. At least. You are handsome more than I expected. നല്ലതൊന്നും വർത്തമാനം പറഞ്ഞോളൂ